ഹായ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെതിരായിട്ട് രഞ്ജിനി ഒരു പണി കൊടുത്തിട്ടുണ്ട്. പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിനി സർക്കാരിനെ സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സർക്കാർ നിയമ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നു. റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം, സർക്കാർ തീരുമാനം നാളെ രാവിലെ. ഇന്ന് കോടതിയിൽ പോയി നടന്നില്ല, നേരെ സർക്കാരിന് മുന്നിൽ. എന്താണ് നിയമ തടസ്സം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല. സർക്കാർ പുറത്തുവിടണമെന്ന ഡയറക്ഷൻ പോയിട്ടുണ്ട്. സ്റ്റേ അനുവദിച്ചിട്ടില്ല. ഡയറക്ഷൻ പോയിട്ടുണ്ട്. പുറത്തുവിടണമെന്നുള്ള ഡയറക്ഷനാണ് ഇപ്പോൾ നിലവിൽ. ഒരാഴ്ചക്കകം പുറത്തുവിടുന്ന ഡയറക്ഷനാണ് നിലവിലുള്ളത്. സിംഗിൾ ബെഞ്ചിന്റെ വിധിയുള്ളത് എന്താണ്? ഇത് പുറത്തുവിടണമെന്നും അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണമെന്നുമുള്ള സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം പിന്നെ നിയമസാധുത പരിശോധിക്കാൻ സർക്കാർ പോകുന്നതിനാണ്. റിപ്പോർട്ട് പുറത്തുവിടാനുള്ള താല്പര്യം സർക്കാരിനുണ്ട്. സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സംശയം ഉണ്ടാവുന്നത് എവിടെയാണ്. സാംസ്കാരിക വകുപ്പിന് കഴിഞ്ഞ തവണ ഈ വിവരാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് കൂടുന്ന ഘട്ടങ്ങളിൽ 3 തവണ നമ്മൾ മാധ്യമപ്രവർത്തകർ സാംസ്കാരിക വകുപ്പിനെ സമീപിച്ചു. പക്ഷേ 3 തവണയും സാംസ്കാരിക വകുപ്പ് നിരാകരിക്കാനുണ്ടായത്. ശരി, ഈ റിപ്പോർട്ടിൽ ഏത് ഭാഗങ്ങൾ പുറത്തുവിടണം എന്നുള്ളത് സർക്കാർ തീരുമാനിക്കാൻ കഴിയാത്തതുകൊണ്ട് നിരാകരിച്ചു എന്നതാവാം. പക്ഷേ വിവരാവകാശ കമ്മീഷൻ കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്തു. വിവരാവകാശ കമ്മീഷൻ ഇന്ന പ്രസ്താവനകൾ പറ്റത്തില്ല, ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇത് ഹൈഡ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന സാധനങ്ങൾ ഹൈഡ് ആക്കണം, ഇന്ന സാധനങ്ങൾ ഇടരുത് എന്നൊക്കെ നിർദ്ദേശം കൊടുത്ത് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് പോലും ഇത് പബ്ലിഷ് ചെയ്യരുത് എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു അയണിയില്ലേ, എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ വിഷയം എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞാൽ പിന്നെ ഇപ്പൊ കത്തും, ഇപ്പൊ പൊത്തും, ഇപ്പൊ കത്തും. കണ്ടില്ലേ, രഞ്ജിനി വെറും ഒരു ചട്ടുകം മാത്രമാണ്. ഇത് നമ്മൾ കുറച്ച് ഫാമിലി ഇഷ്യൂസുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ സെയിം തിങ് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് പറയുള്ളത്. ചില സ്ത്രീകളുണ്ടല്ലോ, വെടക്കുകൾ, അവരാണ് സത്യം പറഞ്ഞാൽ മറ്റ് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ പരാജയം. മറ്റു പെൺകുട്ടികളെ നശിപ്പിക്കാൻ, അവരെ ഇല്ലാണ്ടാക്കാനും ചില അവളുമാർ കാണിക്കുന്ന വൃത്തികേടുകളുണ്ടല്ലോ, അതിലൊന്നാണ് ഇപ്പോൾ രഞ്ജിനി എന്ന് ഞാൻ പറയും. ഇത്രയും മോശമായ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് മുൻപോട്ട് വന്നാൽ ഇതിനകത്ത് ഒരുപാട് വെട്ടലും കുതിർത്തലുകളും ഒക്കെ കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഇനി അടുത്ത ജനറേഷന് ഭയമില്ലാണ്ട് ഇങ്ങനെയുള്ള സിനിമാ മേഖലയിലേക്ക് വരാൻ പറ്റും. രഞ്ജിനിയൊന്നും ഒന്നുമല്ല, എത്രയോ അഭിനയശേഷിയുള്ള കുട്ടികളുണ്ട്. അത് നമുക്ക് എപ്പോഴാണ് മനസ്സിലായത്? നമ്മൾ ടിക്ടോക്ക് ഇതുപോലുള്ള യൂട്യൂബ് ചാനൽസ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കണം, എന്തോരം അഭിനയ സാധ്യതയുള്ള കുട്ടികളുണ്ടെന്ന് അറിയാമോ? എന്തോരം പെർഫോമൻസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. നൃത്തമായാലും ശരി, ആക്ടിങ് ആയാലും ശരി, എത്രയോ കഴിവുള്ള പെൺകുട്ടികളുണ്ടെന്ന് അറിയാമോ? അവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതുപോലെ കിടന്നു കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് അവസരം കിട്ടുന്ന ഒരു സ്ഥിര രീതിയുണ്ട് സിനിമയ്ക്ക്. അതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ അധികം പേർക്ക് അക്സെപ്റ്റൻസ് കിട്ടണേ എന്ന് ചിന്തിക്കുന്നത് ഒരു സാധാരണ ബോധമുള്ള ഒരു സ്ത്രീയുടെ കാര്യമാണ്. ഈ പെണ്ണുമ്പളേക്ക് ഇത് എന്തിൻ്റെ കഴപ്പും കുത്തിക്കഴപ്പമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് ഇപ്പോൾ അവർ പോയി തടയിടുമ്പോൾ ഒരു സ്ത്രീയാണ് തടയിടുന്നത്. ഇത്രയും ദിവസം പുരുഷന്മാരാണെങ്കിൽ പറ്റത്തില്ല, കാരണം അപ്പോൾ ഇയാളുടെ പേർക്ക് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അയാളെ സോഷ്യൽ മീഡിയ വലിച്ചു കയറും. അതുകൊണ്ട് ചട്ടുകമായി രഞ്ജിനി ചേച്ചി പോകുമ്പം നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ എടുക്കും. ആർക്കാണ് പ്രശ്നം? ആരെയാണ് ഒതുക്കേണ്ടത്? ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളെ ചെകുത്താൻ ആരൊതുക്കി? എന്തിനൊതുക്കി? ചെകുത്താൻ്റെ വാക്കുകളെ ആർക്ക് പേടി? ചെകുത്താൻ കണ്ണുടച്ച് കാര്യം പറയുന്ന ആളാണ്. അതുകൊണ്ട് അവനെ ഒതുക്കി. ഏകദേശം നിങ്ങൾക്ക് ലിങ്ക് മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. പേട്ടൻ കുടുങ്ങും, പേട്ടൻ്റെ അച്ഛൻ കുടുങ്ങും, പേട്ടൻ്റെ അപ്പൂപ്പൻ കുടുങ്ങും, പേട്ടൻ്റെ അമ്മുമ്മ കുടുങ്ങും, മൊത്തത്തിൽ കുടുംബ കുടുങ്ങും. അല്ല എന്നുണ്ടെങ്കിൽ അയാൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക് പേട്ടനെ പോലുള്ള ഒരു ഗോവിന്ദചാമിയെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാം കൂടെ റിലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം മനസ്സിലാകുന്നില്ലേ? സ്ത്രീകളെ ഉപയോഗിച്ചാൽ മാത്രമേ അവരെ സിനിമയിലേക്ക് എടുക്കാൻ പറ്റൂ എന്നൊരു ചട്ടം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ചില വീരന്മാർ. അവർക്കൊക്കെ കേൾക്കുന്ന തിരിച്ചടിയാണിത്. മാത്രവുമല്ല, ഇൻ ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ കമ്മിറ്റി ഉണ്ടെന്നും ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു നിയമങ്ങൾ വരണമെന്നും അങ്ങനെ ആരെങ്കിലും പരാതി കൊടുത്താൽ അതിൽ സിവിയർ ആക്ഷൻ എടുക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തില്ല എന്നൊരു ഉറപ്പ് കൂടെ ചിലപ്പോൾ ഈ കമ്മീഷൻ കൊണ്ട് പ്രാവർത്തികമാകാൻ ചാൻസ് ഉണ്ട്. WCC തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇവർ വലിയ കാര്യമൊന്നും ചെയ്യാൻ പോണില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവർ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അവർ എഫേർട്ട് എടുത്ത് ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വൃത്തികേട് അതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത്. പുറം ലോകത്തേക്ക് കൊണ്ടുവരണമെന്ന് അവർ നിർദ്ദേശിക്കുന്നു, കമ്മിറ്റി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫർട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. പൊതുജനം നമ്മളാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം നാളെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ അവർക്ക് പോകണ്ടേ? അവരെ സെക്ഷലി മിസ്യൂസ് ചെയ്ത ശേഷം മാത്രമേ അവർക്കൊരു ചാൻസ് കൊടുക്കൂ എന്ന് പറയുന്നത് ആണുമതെ പെണ്ണുമതെ, അതൊരു തെറ്റായ നടപടിയില്ലേ? കഴിവുള്ളവർ മുന്നോട്ട് വരട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്? എഴുത്തുകുത്തുകളൊക്കെ ആണെങ്കിൽ പോട്ടെ, ശരിയാണ്. ഒരു സാഹിത്യ രചനയൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ, വായിക്കാൻ ആളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രീതിക്ക് അത് പബ്ലിഷ് ആയി പോയിക്കൊണ്ടിരിക്കാം. അതേസമയം ഇത്തരത്തിലുള്ളത് ഒരാളുടെ സപ്പോർട്ടോടുകൂടി ഇല്ലാതെ വരാൻ പറ്റത്തില്ല. എന്നും മക്കൾ മഹാത്മ്യം മതിയോ, എൻ്റെ മകൻ ഇത് പഠിക്കണം, പിന്നെ അങ്ങനെയല്ലല്ലോ. കഴിവുള്ളവർ കൂടുതൽ വരട്ടെ, കഴിവുള്ളവരില്ല എന്ന് പറയരുത്. ഇപ്പോൾ ഉള്ള ആക്ടേഴ്സിനെക്കാളൊക്കെ തന്നെ
ആക്ട്രസോ ആക്ടേഴ്സിനെ ഒക്കെ അവരെയൊക്കെ കവച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള എബിലിറ്റി ഉള്ള കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവർക്ക് കൂടെ മുൻപോട്ട് വരാൻ ഈ ഒരു മേഖല മോശപ്പെട്ട ഒരു മേഖലയാണെന്നുള്ള ഒരു വൃത്തികെട്ട ആ ഒരു ഇത് മാറി വെക്കാനും ഒരുപാട് പേർക്ക് ഇത് ഉപകരിക്കും. അങ്ങനെ ഇരിക്കെ സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനത്തിൽ നിൽക്കുന്ന ഈ സ്ത്രീയെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ പറഞ്ഞതുകൊണ്ട് ഇനി എന്തെങ്കിലും നടന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമതാണ്. പക്ഷേ അവർ കാരണം ഇതിനെന്തെങ്കിലും ഒരു തടയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ സൊസൈറ്റിയിൽ നിന്ന് ഒതുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേണം. കാരണം ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന വലിയ ഒരു മുന്നേറ്റമാണിത്. ഇതിനെ തടയിടുന്നെങ്കിൽ ഒന്നും പറയാനില്ല. 5 ആണുങ്ങൾക്കൊപ്പം ഒരു സ്ത്രീ താമസിച്ചു പോട്ടെ, ഇനി ഒരു വിവാഹം അല്ലെങ്കിൽ 2 വിവാഹം കഴിച്ചു, സ്ത്രീ പിഴച്ചവളെന്നാണ് പറയുന്നത്. അവരെ പിഴയാക്കാൻ സ്ത്രീകളെ അങ്ങനെയാണ് പറയുന്നത്. അതേസമയം 10, 100, 3000 പെണ്ണുങ്ങൾക്കൊപ്പം ജീവിച്ചവൻ കൃഷ്ണനും ഗ്രേറ്റും സൂപ്പർ ഹീറോയൊക്കെ ആകുന്നത് നമ്മുടെ സിനിമാ മേഖലയിൽ മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ മോശപ്പെട്ട് നടക്കുന്നവന്മാരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചു കൊടുക്കുകയും സുനായ്ക്ക് അത്ര കഴപ്പാണെങ്കിൽ കെട്ടിയെടുത്ത് പട്ടികിട്ട് കൊടുക്കുകയും ചെയ്യാൻ പെണ്ണുങ്ങൾ ഒരുമ്പിട്ടിറങ്ങണം. അതിനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഇങ്ങനെയൊക്കെയുള്ള മുന്നേറ്റങ്ങൾ. അപ്പം ഇതൊക്കെ തടയിടണമെന്ന് ചിന്തിക്കുന്ന ആ സ്ത്രീയെ സത്യത്തിൽ എന്താ പറയുക? എനിക്ക് ദേഷ്യം വന്നിട്ട് വല്ലാണ്ടൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇത് കേട്ടപ്പോൾ തന്നെ ഞാനിതാ തുടങ്ങി ഈ സബ്ജക്റ്റ് ഞാൻ എടുത്തപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞത് എന്താണ്, ഈ വിഷയം പബ്ലിക്കിൽ വരില്ല, ഇത് കത്തും, പ്രശ്നവും, വഷളാകും, വേറെ നിവൃത്തിയില്ലാതെ ഇത് പബ്ലിഷ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇത് 2019 തൊട്ട് തുടങ്ങിയ സംഗതി ഇതുവരെ രഹസ്യമാക്കപ്പെട്ടു. വിവരാവകാശ കമ്മീഷൻ വഴി ഒരാൾ ഇതിനു വേണ്ടി റിക്വസ്റ്റ് കൊടുത്തപ്പോൾ മാത്രമാണ് ഇതിനെപ്പറ്റി ഒന്ന് പുറത്തേക്ക് പോലും നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഒരു സ്ട്രഗിൾ നടക്കുന്നുണ്ടെന്നും ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയെന്നും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു അന്വേഷണങ്ങളൊക്കെ നടന്ന് ആവശ്യത്തിൽ കൂടുതൽ എവിഡൻസ് കൈയെടുത്തു ഒന്നും ഒക്കെ ഉള്ളത് ഇവർക്ക് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലേ വസ്തുത. നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളിതൊക്കെ അറിയണം. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇതുപോലെ മരണപ്പെട്ടത് ശാരി അറിയില്ലേ നിങ്ങൾക്ക്? സിനിമയിൽ അഭിനയിക്കാൻ, സീരിയൽ അഭിനയിക്കാൻ പോയിട്ട് ആ പെൺകുട്ടിയുടെ ശവം മാത്രമാണ് ആ അമ്മയ്ക്ക് വച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടിയത്. സിനിമാ മോഹം കാരണം എത്രയോ പെൺകുട്ടികൾക്ക് അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെട്ടു, വേറെ നിവൃത്തിയില്ലാതെ സിനിമയെ ഫീൽഡിൽ നിൽക്കാൻ സാധിക്കാതെ ഉപയോഗിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ വേറെ വഴിയില്ലാതെ തുണിയഴിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. സോ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ കമ്മിറ്റിയിൽ ഈ ഒരു സാധനം പുറത്തേക്ക് വരിക എന്നുള്ളത് അനിവാര്യമായതാണ്. ഇതിന് തടയിടുന്ന, ഇതിനെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ സ്ത്രീക്ക് നല്ല പെടയുടെ കുറവാണെന്ന് ഞാൻ പറയും. ഇനി ഇതിൽ കുറേയധികം വസ്തുതകൾ ഞാൻ പറയാനുണ്ട്, അത് നമുക്ക് ലൈവിൽ പറയാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന കണ്ടന്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പരാമർശങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വിശേഷങ്ങളുമായി ലൈവിൽ കാണാം. താങ്ക് യു.